കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഹായ് മക്കൾസ്, ഒരു മാരേജ് ഫംഗ്ഷൻ്റെ തയ്യാറെടുപ്പാണ് കേട്ടോ. അതിൻ്റെ ഷോപ്പിംഗ് ആണ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോൾ പോയാലും എന്തെങ്കിലുമൊക്കെ മറക്കും. അടുത്ത പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ കേരളത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരു ബസ്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിലങ്ങ് കയറി, കാരണം ഇനിയും ലേറ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല, കാരണം ചിന്നക്കട ഇറങ്ങിയിട്ട് ഞാൻ വേണമെങ്കിൽ കൊല്ലത്ത് പോയി ഇറങ്ങിയിട്ട് ഇരട്ടിപ്പണി ഉണ്ടാക്കി വെക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ ഇറങ്ങിയത്. കാരണം കുറച്ച് അങ്ങോട്ട് പോയാൽ മതി ആ കടയുടെ അടുത്ത്. മറ്റേ മെയിൻ ബസ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്രോസ് ചെയ്യാനുണ്ട്, പാടാണ്. ആ കാണുന്ന കടയിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. നമ്മുടെ പുളിമൂട്ടി സിൽസിലാണ് കേട്ടോ കയറിയത്. എനിക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെഷനിലേക്കായിരുന്നു പോകേണ്ടത്. ഞാൻ അങ്ങോട്ടാണ് കേട്ടോ പോയത്. എനിക്ക് മെറ്റീരിയൽ മുറിച്ചെടുക്കാനായിരുന്നു. അതിനിടയിൽ കൂടെ ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ഫ്ലോറിലേക്ക് പോയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിലേക്കാണ്, നമ്മുടെ ബെഡാ ബസാറിലേക്കാണ് കേട്ടോ പോയത്. ചെരുപ്പിനൊക്കെ അവിടെ നല്ല വില കുറവാണേ. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകാൻ കേട്ടോ. നല്ല മുടിഞ്ഞ വെയിലായിരുന്നു. അങ്ങനെ നടന്ന് തളർന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ എങ്ങനെയൊക്കെയോ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു പ്രൈവറ്റ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അതിൽ കയറി. അങ്ങനെ കയറിയപ്പോഴത്തേക്കും എന്താണ് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഞാൻ കേരളത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഷാർജയും വാങ്ങിച്ചിട്ട് ഒരു വെയിലത്ത് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു ഓട്ടോയും പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിൽ കയറിയിട്ട് ഞാൻ നേരെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നേരെ പോയി ഞാൻ ഷാർജ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ ചെയ്തത്. കാരണം ഞാൻ അത്രയ്ക്ക് നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ആശ്വാസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.